നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസൺ അവസാനത്തോടുകൂടി ആന്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് വിട്ട് MLS ക്ലബ്ബായ LAFCയിലേക്ക് ലോസ് ഏഞ്ചലസ് FC ചേക്കേറിയേക്കുമെന്നുള്ള വാർത്ത സജീവമായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു, ആന്റോയിൻ ഗ്രീസ്മാൻ ആഗ്രഹിക്കുന്നു. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് മാറ്റിയോ മൊററ്റോ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സ്പാനിഷ് ജേർണലിസ്റ്റ്, റിലിവോയുടെ ജേർണലിസ്റ്റ് മാറ്റിയോ മൊററ്റോയുടെ ഈ റിപ്പോർട്ടിനെ ഇപ്പോൾ ഫബ്രിസിയോ റൊമാനയും അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്തയാക്കിയിട്ടുണ്ട്. സംഗതി വളരെ കൃത്യമാണ്. ആന്റോയിൻ ഗ്രീസ്മാന് അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാൻ പോകുന്നു. LAFCയിൽ നിന്ന് അദ്ദേഹത്തിന് അപ്രോച്ചുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി അവർ രംഗത്തുണ്ട്. ബട്ട് ഗ്രീസിക്ക് താല്പര്യം ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരാനാണ്. 2027 വരെ കോൺട്രാക്റ്റ്. സാലറി ഡ്യൂ പ്രോഗ്രസീവ്ലി റെഡ്യൂസ് ആകും. 2026 ആദ്യം, പിന്നെ 2027. അതായത് ഇനി അങ്ങോട്ട് അടുത്ത വർഷം അദ്ദേഹത്തിന് സാലറി റെഡ്യൂസ് ആവും. 2027 ഒന്നുകൂടി റെഡ്യൂസ് ആവും. ആ തരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് അദ്ദേഹം ഒരു ധാരണയിലേക്ക് എത്തുന്നു എന്നാണ് മാത്യു മൊറാറ്റോയുടെ റിപ്പോർട്ട്. വെർബൽ എഗ്രിമെൻറ്റ് ഓൾറെഡി റീച്ച് ആയിട്ടുണ്ട്, വെർബൽ എഗ്രിമെൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ചുരുക്കം പറഞ്ഞാൽ ആന്റോയിൻ ഗ്രീസ്മാൻ അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ തുടരും ഇനിയും ഒരു 2 വർഷക്കാലത്തേക്ക് കൂടി എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.